കോഴിക്കോട് എലത്തൂർ സ്വദേശി വിജിലന്റെ മൃതദേഹം കണ്ടെത്തുന്നതിനായി തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിനായി കൊച്ചിയിലെ ഡോഗ് സ്ക്വാഡിൽ നിന്ന് കടാവർ നായകളെ എത്തിച്ചു. കൊഴിച്ചുമൂടി എന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സരോവരം പാർക്കിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പരിശോധന. ദൃശ്യ പുതിയടുത്ത് വിവരങ്ങളുമായി ചേരുന്നു സരോവരം പാർക്കിൽ നിന്ന്. ദൃശ്യ, ഈ കുഴിച്ചുമൂടിയതിനു ശേഷം 8 മാസം കഴിഞ്ഞതിന്റെ അസ്ഥി കൂടെ എടുത്ത് കടലിൽ ഒഴുക്കി എന്ന മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ലേ? അതായത് ഈ പ്രതികളിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഇതിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് കുറച്ച് എല്ലുകൾ എടുത്ത് കടലിൽ ഒഴുക്കി എന്നുള്ള മൊഴിയാണ് ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്താനാണ് ഇവർ കുഴിച്ചുമൂടി എന്ന് പറഞ്ഞ് സരോവരം പാർക്കിനടുത്ത ചതുപ്പിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തുന്നത്. അതിനായി കൊച്ചിയിൽ നിന്ന് 2 കെടാവർ നായകളെ എത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചും പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ ഈ ചതുപ്പിനടുത്തേക്ക് പോകാനുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ വഴി ശരിയാക്കി അതിനുശേഷമായിരിക്കും മണ്ണുമാന്തി യന്ത്രം ഈ സ്ഥലത്തേക്ക് എത്തിക്കുക. ഇതിനുശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനകളും നടക്കും. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയാൽ മാത്രമേ DNA പരിശോധന പോലുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാനാവൂ. എങ്കിൽ മാത്രമേ ഈ മൊഴി പ്രകാരം വിജിൽ ഇവിടെ തന്നെയാണോ വിജിലെ കുഴിച്ചിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത 2 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും വീണ്ടും ഇവിടെ പരിശോധന പുനരാരംഭിക്കുക. ഇന്നും ഈ കോഴിക്കോട് കനത്ത മഴ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ പരിശോധനയ്ക്ക് ഈ തിരച്ചിലിന് അതൊരു വലിയൊരു തടസ്സം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ എത്രയും പെട്ടെന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഈ ചെളി അടക്കമുള്ള കാര്യങ്ങൾ നീക്കിയുള്ള പരിശോധനയാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് അത് സാധിച്ചില്ലെങ്കിൽ നാളെ മുതൽ ചെളി പുറത്തേക്കെടുത്തുള്ള പരിശോധനയിലേക്കായിരിക്കും പോലീസ് കടക്കുക. അതിനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് കൊച്ചിയിൽ നിന്ന് കെടാവർ നായകളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. അല്പസമയത്തിനകം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും.